നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാനാണ് വൈസ് ചാൻസലർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമോപദേശം പോലും തേടാതെയാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ VC പിൻവലിച്ചത്. പ്രതിപട്ടികയിലുള്ള ഉന്നതരെ രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ വൻ ഇടപെടലുകളുണ്ട്. SFI നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസാണിത്. വിദ്യാർത്ഥി മഹിളാ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ സമരത്തെ തുടർന്നാണ് CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സമരങ്ങളെ ഭയന്നാണ് CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറായത്. കൊന്നു കെട്ടിത്തൂക്കിയവർ തന്നെയാണ് അഴിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കേസ് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാതെ CBI വരുന്നതിന് മുൻപ് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാരും സർവകലാശാലയും ശ്രമിക്കുന്നത്. മാധ്യമ വാർത്തകൾ തിരഞ്ഞെടുപ്പിലേക്ക് മാറിയപ്പോൾ വീണ്ടും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനൊപ്പമാണ് പ്രതിപക്ഷം. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ നിന്നും SFI ക്രിമിനലുകളൊന്നും പഠിച്ചില്ല. കൊയിലാണ്ടിയിൽ അമൽ എന്ന വിദ്യാർത്ഥിയെ ഇടിവീട്ടിലെത്തിച്ചു മർദ്ദിച്ചു. തിരുവനന്തപുരത്ത് 51 വയസ്സുകാരനെ നൃത്ത അധ്യാപകനെ മുറിയിൽ കൊണ്ടുപോയി തല്ലി ചതച്ചു. അധ്യാപകൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. ഇത് സംബന്ധിച്ച അന്വേഷണം എന്തായി? പിണറായി വിജയനാണ് SFI ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്നത്. ജീവൻ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ച് തെറ്റുകൾക്ക് കുടപിടിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും സതീശൻ പറഞ്ഞു. അതേസമയം CBI അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മാർച്ച് 9 മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥിന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു. എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയില്ല. SFIക്കെതിരായ കാര്യങ്ങൾ ഒന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. മകൻ മരിച്ചതല്ല, കൊന്നതാണെന്ന് പറഞ്ഞു. ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഡെയിൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം. കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു. തനിക്ക് വിശ്വാസമുണ്ടെന്നും മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചതായും ജയപ്രകാശ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥിനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി VC റദ്ദാക്കിയത്. ഇതോടെ ആരോപണ വിധേയർക്കെല്ലാം തുടർ പഠനത്തിന് അവസരമൊരുക്കും. സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ. എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കാനാണ് ധൃതി പിടിച്ചുള്ള ഈ തീരുമാനം. സിദ്ധാർത്ഥിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെ നടപടികളൊന്നുമില്ല. പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ ക്രൂരമർദ്ദനത്തിന് വിധേയമാക്കിയതെന്നും റിപ്പോർട്ടുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെ നടപടിയില്ല. ഇതിനിടയിലാണ് 33 പേരെ തിരിച്ചെടുക്കുന്നത്. അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്ന് മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട്. ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം. ഇതോടൊപ്പം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ CBI ഇനിയും എത്തിയിട്ടില്ല. അന്വേഷണം കൈമാറിയ ഉത്തരവ് CBIക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതിനിടയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ. സിദ്ധാർത്ഥിനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാകുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത്. 33 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ 2 പേരുൾപ്പെടെ 33 വിദ്യാർത്ഥികളെയാണ് VC തിരിച്ചെടുത്തത്.